ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നു. പാൻ ചൂടായി, അതിലത്തെ ഓയിലും ചൂടായി. ഇനി നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. അതിലേക്ക് ഒരു സവാളയുടെ ഒരു ചെറിയ കഷ്ണവും 4 വേപ്പിലയും ഇട്ട് കൊടുക്കും. സബോള പകുതി വാടി. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായി ചൂടായി മുളക് പൊടി. അതിലേക്ക് നമ്മൾ ചീരയും 1 സബോള അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കും. മുളക് പൊടിയും ചീരയും സബോളയും കൂടി നന്നായി നമ്മൾ മിക്സ് ചെയ്തു. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങേണ്ടതാണല്ലോ ചീര. അപ്പോൾ ചീര നന്നായി കഴുകണം. അതിൽ മണ്ണിൻ്റെ തരി ഉണ്ടാവും. നന്നായി കഴുകി വൃത്തിയായി ചെറുതാക്കി അരിഞ്ഞിട്ട് വേണം വെക്കാനായിട്ട്. നമ്മൾ ചീര മൂടി വെച്ച് ആവിയിൽ വേണം വേവിക്കാനായിട്ട്. വെള്ളം ഒഴിക്കരുത് ചീരയിൽ. മൂടിയെടുത്ത് നോക്കിയാൽ വെന്തിട്ടുണ്ടോ എന്ന്. ചീര വേവാറാകുമ്പോഴാണ് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നന്നായി ഇത് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ചെറിയ തീയിൽ ഒന്നും കൂടി മൂടി വയ്ക്കുക. അപ്പോൾ ചീര നന്നായി, ആ സബോളയും ചീരയൊക്കെ നന്നായി വേവും. മൂടി വയ്ക്കണം. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ചീര വെന്തോന്ന്. നമുക്ക് ചീരയുടെ മൂടി തുറന്ന് നോക്കാം ചീര വെന്തിട്ടുണ്ടോന്ന്. ചീര വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ നന്നായി ചൂടാകുമ്പോൾ നമുക്ക് തീയെ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചീരക്കറി, അതായത് ഈ ചീരത്തോരൻ വളരെ ഹെൽത്തിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി കഴിക്കണം. നമ്മുടെ ചീരത്തോരൻ
തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് ഈ ചീര ഒരു ഡിഷിലേക്ക് മാറ്റാം. നല്ല രുചിയുള്ള ചീരയുടെ തോരൻ തയ്യാറായി കഴിഞ്ഞു.